മുഖ്യമന്ത്രിയുടെ ഇന്നലെ ഹിന്ദുവിന് കൊടുത്ത അഭിമുഖത്തിൽ മലപ്പുറം ജില്ലയെ പറ്റി ഒരു പരാമർശമുണ്ട്. കോഴിക്കോട് കേന്ദ്രമായി, കോഴിക്കോട് എന്ന് പറഞ്ഞാൽ ഏകദേശം മലപ്പുറത്താണ് വിമാനത്താവളം ഇരിക്കുന്നത്. അതിൻ്റെ ഒരു പരാമർശത്തിൽ മലപ്പുറം ജില്ലയിൽ പിടിച്ചെടുത്ത സ്വർണ്ണ തട്ടിപ്പ്, ഹവാല പണമിടപാടൊക്കെ ഉള്ള കാര്യങ്ങളിൽ അദ്ദേഹത്തിന് ഒരു പരാമർശം പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇതിലൂടെ ലഭിക്കുന്ന തുകകൾ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നു എന്നൊരു കാര്യം അദ്ദേഹം പറയുകയുണ്ടായി. ഏകദേശം ഇതേ കാര്യങ്ങളാണ് സംഘപരിവാറുകളും ഉന്നയിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ആധാരമായി ഇപ്പോൾ അൻവർ കുറച്ച് മുമ്പ് പറഞ്ഞിരുന്നു, 1.5 വർഷത്തിന് മുമ്പ് വരെ CAക്കെതിരെയും എതിരെയും നിന്നിരുന്ന മുഖ്യമന്ത്രിയല്ല ഇപ്പോൾ കാണുന്നത്. ഈ കോണ്ടെക്സ്റ്റിൽ വെച്ചിട്ട് ഞാൻ കുറച്ച് പുറകോട്ട് ചലിക്കുകയാണ്. ഇത് പറയാനുള്ള ഒരു സാഹചര്യം ഇന്നലെ ഞാൻ ചർച്ചയ്ക്കിടയിൽ കണ്ടിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഈ മലപ്പുറം ജില്ലയുടെ മുഖ്യമന്ത്രിയുടെ പരാമർശത്തെ സപ്പോർട്ട് ചെയ്യുന്നതിനായി TJ ജോസഫിൻ്റെ കൈവെട്ട് കേസ് ഒരു CPM നേതാവ് ചാനച്ചർച്ചയിൽ ഇട്ട് പറയുന്നുണ്ടായി. അത് പറഞ്ഞപ്പോൾ ഞാൻ ചില കാര്യങ്ങൾ നിങ്ങളോട് പങ്കുവെക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. നമ്മളെല്ലാം പറഞ്ഞ പോലെ PT ജോസഫിൻ്റെ കൈവെട്ടിയ കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. പക്ഷെ അതിലെ സംഭവ വികാസങ്ങൾ ഇപ്പോഴും പല ആളുകൾക്കും അറിയില്ല. പക്ഷെ അത് കാര്യങ്ങൾ പറഞ്ഞു തരാൻ ഇന്നത്തെ രാഷ്ട്രീയ നേതാക്കളോ അതുപോലുള്ള സമുദായത്തിലെ നേതാക്കളോ തയ്യാറായിരുന്നില്ല. കാരണം അത് വെച്ച് അവർ ചിലപ്പോൾ അതിലൊരു വേർതിരിവുണ്ടാക്കിയ രാഷ്ട്രീയ നേട്ടം, അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നേട്ടം നേടിയെടുക്കാനായിട്ട് അതിലുള്ള വാസ്തവ സത്യങ്ങൾ ജനങ്ങൾക്ക് മുമ്പിൽ കൊണ്ടുവന്നിട്ടില്ല. അതിപ്പോഴും കുറച്ച് പേർക്ക് അറിയാം, എന്നാലും കുറേ പേർക്ക് ഇത് അറിയാൻ പാടില്ല. ഈ കൈവെട്ട് കേസ് തന്നെ, കൈവെട്ടുന്ന സംഭവം തന്നെ തടയാമായിരുന്നു. ഈ കാര്യങ്ങൾ വ്യക്തതയോടെ ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചു കഴിഞ്ഞാൽ അത് സർക്കാരിനും അവിടെ തെറ്റുപറ്റി. ആ ഒരു കാര്യം കൂടി ഉന്നയിക്കാനാണ് ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞത്. അതിൻ്റെ ഒന്നും കൂടി ആ ഒരു കോണ്ടസ്റ്റിലേക്ക് ഒന്നും കൂടി കടക്കുകയാണ്. ഇതിൻ്റെ ഒരു പ്രമുഖമായ പ്രശ്നം വന്നത് BCom പരീക്ഷയ്ക്ക് ചിഹ്നങ്ങൾ ചേർക്കുക എന്നൊരു ഭാഗമുണ്ട്. അതിലേക്ക് ഒരു കോണ്ടെക്സ്റ്റ് ഈ TJ ജോസഫ് വെച്ചു. അതിൻ്റെ പരമായിട്ടാണ് അദ്ദേഹത്തിനെതിരെ അത്ര പ്രക്ഷോഭങ്ങൾ, കൈവെട്ടാനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടായത്. അപ്പം അതിൻ്റെ ഒന്നും കൂടി ഞാൻ അതിൻ്റെ പലർക്കും അറിയാമെങ്കിലും പലർക്കും ഇത് അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ഒന്നും കൂടി ഞാൻ ആ കാര്യങ്ങളൊന്ന് വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നത്. MG യൂണിവേഴ്സിറ്റിയിലെ ഇത് അദ്ദേഹം എടുത്തത് ഒരു പുസ്തകത്തിൽ നിന്നാണ്. അത് MG യൂണിവേഴ്സിറ്റിയിലെ MA മലയാളത്തിന് BA മലയാളത്തിന് റെഫറൻസ് കേന്ദ്രമായി പരിഗണിച്ചൊരു പുസ്തകമുണ്ട്. അതിൻ്റെ അകത്ത് തിരക്കഥയുടെ രീതിശാസ്ത്രം എന്നാണ്. അതിൽ തിരക്കഥാകൃത്തും അവർ എഴുതിയ വഴികളെ കുറിച്ച് പരാമർശിക്കുന്ന കാര്യങ്ങളാണ് ആ പുസ്തകങ്ങളിലുള്ളത്. അതിലൊരു ലേഖനം എഴുതിയത് PT കുഞ്ഞു മുഹമ്മദാണ്. അതിൻ്റെ തലക്കെട്ട് ഇങ്ങനെയാണ്: ഒരു വിശ്വാസിയുടെ കണ്ടെത്തൽ. PT കുഞ്ഞു മുഹമ്മദ് ഈ ലേഖനം എഴുതാനുള്ള കാരണം ഗർഷോം എന്ന സിനിമ എഴുതിയപ്പോൾ അതിൽ നായകൻ ദൈവവുമായി സംസാരിക്കുന്ന ഒരു രംഗമുണ്ട്. അത് എഴുതാൻ അദ്ദേഹത്തിന് പ്രചോദനമായത് അദ്ദേഹത്തിൻ്റെ നാട്ടിലെ ഒരു ഭ്രാന്തൻ്റെ സംഭാഷണമാണ്. ആ ലേഖനത്തിലുള്ള ഒരു കോൺവെർസേഷൻ ഞാൻ ഒന്ന് വായിക്കാം. ഭ്രാന്തൻ: പടച്ചോനെ പടച്ചോനെ പടച്ചോൻ, എന്താടാ നായിൻ്റെ മോനെ. ഭ്രാന്തൻ: ഒരു അയില മുറിച്ചാൽ എത്ര കഷ്ണം ഉണ്ടാകും? പടച്ചോൻ: 3 കഷ്ണം എന്ന് പറഞ്ഞിട്ടില്ലടാ നായേ. ഇതൊരു ഡാർക്ക് ഹ്യൂമൺ വിഭാഗത്തിൽ പെടുന്ന ഒരു കണ്ടസ്റ്റിലാണ് എഴുതിയത്. കാരണം ഇതൊരു തെറിവാക്കാണ്. പക്ഷെ എന്നാലും അത് ഒരു സ്നേഹത്തോടെ വിളിക്കുമ്പോൾ ആ തെറിവാക്കിനെ നമ്മളിപ്പോൾ സിനിമയിൽ കാണുന്നുണ്ട്, പല പല തെറിവാക്കുകളും കാര്യങ്ങളൊക്കെ. അപ്പോൾ ആ ഒരു ആസ്പെക്റ്റിലാണ് ഇത് എഴുതിയിരിക്കുന്നത്. ഇതിൽ ജോസഫ് സാറ് കണ്ടപ്പോൾ ഇതിൽ പ്രത്യേകമായിട്ട് നല്ല ചിഹ്നം
ചേർക്കുക എന്നുള്ളൊരു കോണ്ടസ്റ്റിൽ ഇത് കുറച്ച് നല്ല കോൺവെർസേഷൻ അദ്ദേഹത്തിന് തോന്നി. അദ്ദേഹം അത് ആ ഒരു കോണ്ടസ്റ്റ് എടുത്തു. ആ കോണ്ടസ്റ്റ് എടുത്തിട്ട് അതായത് അദ്ദേഹം ബികോം പരീക്ഷയ്ക്കുള്ള ആ ചോദ്യ പേപ്പറിൽ എഴുതി. അപ്പോഴാണ് അദ്ദേഹത്തിനൊരു മാറ്റമുണ്ട്, ഈ ഭ്രാന്തൻ എന്നുള്ള വാക്ക് വേറെ എന്തെങ്കിലും പേരാക്കിയാലോ എന്ന്. അദ്ദേഹം അതെന്ത് ചെയ്യുന്നു, ഈ ലേഖനം എഴുതിയത് PT കുഞ്ഞു മുഹമ്മദാണ്. അപ്പോൾ അതിൽ അദ്ദേഹം കുഞ്ഞു എന്നുള്ളത് മാറ്റി മുഹമ്മദ് എന്നുള്ള പേര് ആ സ്ഥാനത്ത്, ഭ്രാന്തൻ എന്ന സ്ഥാനത്ത് പ്ലേസ് ചെയ്തു. അപ്പോൾ ആ ഒരു ലേഖനം ഇറങ്ങിയപ്പോൾ അദ്ദേഹം പലപ്പോഴും അദ്ദേഹത്തിൻ്റെ വാദങ്ങൾ കേൾക്കാൻ പലരും തയ്യാറായിട്ടില്ല. ഇതാണ് ഇതിൻ്റെ കോണ്ടെക്സ്റ്റ് എന്നുള്ള. പലരും ഇതിനെ ഒരു തീവ്രമായ ഒരു രീതിയിൽ നേതാക്കളടക്കം അത്ര രീതിയിൽ ഇതിനെ ആളിക്കത്തിക്കുകയാണ് ഉണ്ടായത്. ഇപ്പോൾ പല വിഭാഗങ്ങളിലും ആ ഒരു ആളിക്കത്തിക്കലിൻ്റെ ഫലമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ കൈ നഷ്ടപ്പെട്ടത്. പക്ഷെ ഇവിടെ കൈ വെട്ടിയവനെക്കാട്ടി കുറ്റക്കാരാരാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സർക്കാരും നിയമ സംവിധാനങ്ങളുമാണ്. ഈ കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ട് പോലും സമൂഹത്തിൽ പറഞ്ഞു കൊടുക്കാനായിട്ട് ഒരാളും ഉണ്ടായില്ല എന്നുള്ളത്. ഈ ഒരു കോണ്ടസ്റ്റിലാണ് ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഒരു ന്യൂനപക്ഷ പ്രീണനം അങ്ങനെയൊക്കെ പറയുകയാണെങ്കിലും പക്ഷേ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അവരുടെ നേട്ടത്തിന് വേണ്ടി ഈ മതങ്ങളെ ഉപയോഗിക്കുന്നു എന്നുള്ള കാര്യമാണ്. അത് ഈ മലപ്പുറം പരാമർശത്തിൽ പോലും ഞാനത് കാണുന്നുണ്ട്. കാരണം അവരുടെ രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് ജനങ്ങളുടെ മതപരമായി വർഗീകരിച്ച് വേർതിരിക്കുക എന്നൊരു നയമാണ്. അതിപ്പോൾ BJP ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മളിപ്പോൾ പറയുന്ന മതേതരത്വ പാർട്ടികളെന്ന് പറഞ്ഞ ആളുകൾ വരെ അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജനങ്ങളിത് തിരിച്ചറിയണം. നമ്മളിപ്പോൾ ശബരിമലയുടെ കാര്യം എടുത്താൽ, ശബരിമലയിൽ അത്രയൊക്കെ പ്രശ്നം ഉണ്ടായപ്പോൾ മനുഷ്യച്ചങ്ങല ഞാൻ വീഡിയോയിൽ കണ്ടു. മനുഷ്യച്ചങ്ങലിൽ കണ്ടത് പർദ്ദയിട്ട മുസ്ലിം സ്ത്രീകളാണ്. എന്തിനാണ് അവർ, ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, എന്തിനാണ് അവർ ആ മനുഷ്യച്ചങ്ങലയിൽ ഹിന്ദു സ്ത്രീകളെ നിർത്താൻ പാടില്ലേ? എന്തുകൊണ്ടാണ് മുസ്ലിം സ്ത്രീകളാണ് നിർത്തിയത്? അവിടെയും ഒരു വേർതിരിവ് ഉണ്ടാക്കാനുള്ള ചിന്തയായിരിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതുപോലുള്ള കാര്യങ്ങൾ നമ്മൾ ഗ്രഹിച്ച് ഇടപെടുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. ഇതുപോലുള്ള രാഷ്ട്രീയ നേതാക്കളും ഇതുപോലുള്ള മത നേതാക്കളും പല രീതിയിലും നമ്മുടെ വികാരങ്ങളെ ആളിക്കത്തിക്കാനായിട്ട് ശ്രമിക്കും. അപ്പോൾ നമുക്കത് നമ്മളൊരു ചോരത്തിളപ്പിലൂടെ പലപ്പോഴും ഇറങ്ങി പുറപ്പെടുകയും ചെയ്യും. അതിൻ്റെ ഭവിഷ്യത്ത് അനുഭവിക്കുന്നത് നമ്മുടെ കുടുംബങ്ങൾ മാത്രമാണ്. നമ്മൾ കുറച്ച് മുമ്പ് തന്നെ കണ്ടു ഈ PV അൻവറിൻ്റെ പരാമർശത്തിൻ്റെ പേരിൽ, മുഖ്യമന്ത്രിക്കെതിരെയുള്ള പരാമർശത്തിൻ്റെ പേരിൽ മുദ്രാവാക്യങ്ങൾ വെളിയിട്ടുന്നത്. നേതാക്കൾ പറയുന്നുണ്ട് നിങ്ങൾ അതൊക്കെതിരെ പ്രതികരിക്കണമെന്ന്. അവരങ്ങനെയുള്ള ആളിക്കത്തികൾ ഉണ്ടാവും. പക്ഷെ നിങ്ങൾ ചിന്തിക്കുക, നിങ്ങൾ ഇറങ്ങുന്നതിന് മുമ്പ് നിങ്ങൾക്കാണ് നഷ്ടപ്പെടുന്നത്. നേതാക്കൾക്ക് ഒന്നും നഷ്ടപ്പെടാമെന്നില്ല. അവർക്ക് രാഷ്ട്രീയ നേട്ടം മാത്രമാണ് അവരുടെ ഉള്ളിലുള്ളത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും, ഇപ്പോൾ ഇതുപോലെ തന്നെ മലപ്പുറത്തിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ മുഖ്യമന്ത്രി അടക്കം കുറേ പരാമർശങ്ങളുണ്ട്. ഇനിയിപ്പോൾ അതിനനുബന്ധമായി BJPയുടെ ഭാഗത്തും പരാമർശം ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും ഇതൊരു വർഗീയമായി മാറാതിരിക്കാൻ നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇവിടെ രാഷ്ട്രീയ നേതാക്കൾ രാഷ്ട്രീയം കളിക്കുന്നത് അവരുടെ നേട്ടത്തിന് വേണ്ടിയാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. ഏതൊക്കെയാണെങ്കിൽ എന്തൊരു പരാമർശം ഉണ്ടായാൽ പോലും അതിൻ്റെ രക്തം തളച്ച് അതിനെതിരെ പ്രതികരിക്കാൻ നിൽക്കരുത് എന്നൊരു കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ഗുഡ് ബൈ.